ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ്. ക്ലാസ് 7 മാത്സ് ചാപ്റ്റർ 13% ശതമാനം. ഇതിൻ്റെ ശതമാനത്തിൻ്റെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം മിക്സ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ് അല്ലേ, എന്താണ് മലയാളം മീഡിയം മാത്രമായിട്ട് വേണമെന്ന്. ആക്ച്വലി ഞാൻ അതിൻ്റെ കൂടെ മലയാളം കൂടി മിക്സ് ചെയ്തിട്ട് ഇംഗ്ലീഷ് പറഞ്ഞതിന് ശേഷം മലയാളം കാണിക്കുന്നുണ്ട്. അത് എഴുതുന്നതും മലയാളത്തിൽ വേണം. അപ്പോൾ മലയാളം മീഡിയക്കാർക്ക് മാത്രമായിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു കമൻറ്റ് കാരണമാണ് ഇന്ന് പെട്ടെന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാം, ഇന്ന് തന്നെ ഇടാം അല്ലേ. ഇന്നലെ വന്ന കമൻറ്റാണ്, അപ്പോൾ ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് സാർ പറഞ്ഞു വൈ എഴുതണം എന്ന് അല്ലേ, വൈ എഴുതുമോ നാളെ പ്ലീസ് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ ചാപ്റ്റർ ഇടുന്നത്. പേജ് നമ്പർ 190 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പെർസെൻറ്റ് ശതമാനത്തെ ഫ്രാക്ഷനാക്കി ഭിന്നരൂപമാക്കി മാറ്റാൻ എന്താണ് ചെയ്തത്, 1/100 ആണ് ചെയ്തത് അല്ലേ. അത് നമ്മൾ ഈ മിശ്ര ഭിന്നത്തെ ആദ്യം ഭിന്നരൂപമാക്കിയിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ കണ്ടു അല്ലേ. ഓക്കെ, നമ്മൾ പേഴ്സൻറ്റിനെ പെർസെൻറ്റേജ് ശതമാനത്തെ ഫ്രാക്ഷനാക്കി മാറ്റാൻ ഒരു ഫ്രാക്ഷൻ ആക്കില്ലേ, ഈ പെർസെൻറ്റ് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്തത്, ഇൻറ്റു 1/100 ഈ നമ്പറിനെ 12 1/100 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ ഒരു ഭിന്നരൂപം കിട്ടി. ഇനി ഈ ഭിന്നരൂപത്തെ നേരെ തിരിച്ച് നമ്മൾ എങ്ങനെ ശതമാനത്തിലേക്ക് മാറ്റും അല്ലേ, ഈ ഫ്രാക്ഷനെ തിരിച്ചിട്ട് പേഴ്സൻറ്റിലേക്ക് ആക്കാം അല്ലേ, നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പേജിൽ പഠിച്ചത് മുഴുവൻ പേഴ്സൻറ്റിനെ ഫ്രാക്ഷനാക്കി മാറ്റാനാണ് അല്ലേ, ഒരു ശതമാനത്തെ ഭിന്നരൂപമാക്കി മാറ്റി. ഇനി ഈ ഭിന്നരൂപത്തെ നേരെ തിരിച്ച് ശതമാനമാക്കി മാറ്റാൻ നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഭിന്നരൂപത്തെ നമുക്ക് പേഴ്സൻ്റ് ആക്കി ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് പേജിലുള്ളത്. നമ്മൾ ഇൻറ്റു 100 ചെയ്യുക അല്ലേ. പേഴ്സൻറ്റേജ് ശതമാനത്തെ ഫ്രാക്ഷനാക്കി ഭിന്നരൂപമാക്കി മാറ്റാൻ ഇൻറ്റു 1/100 ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്തത്. ഇനി നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനൊക്കെ എന്താണ്, ഭിന്നരൂപത്തെ പേഴ്സൻറ്റേജിലേക്കല്ലേ, ഫ്രാക്ഷനെ പേഴ്സൻറ്റിലേക്കാക്കാൻ അല്ലേ, ശതമാനത്തിലേക്കാക്കാനാണല്ലേ, നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ഇനി നെക്സ്റ്റ് പ്രോബ്ലംസ് എല്ലാം ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. അതായത് ഫ്രാക്ഷനെ നമുക്കൊരു പേഴ്സൻറ്റേജ് ഫോമിലേക്ക് മാറ്റണം അല്ലേ, ഭിന്നരൂപത്തെ ശതമാനമാക്കി മാറ്റാനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. 190 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 750 കുട്ടികളുള്ള ഒരു സ്കൂളിൽ 450 പെൺകുട്ടികളുണ്ട്. ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികൾ അല്ലേ, ആകെ കുട്ടികളുടെ എത്ര ശതമാനമാണ് പെൺകുട്ടികൾ, എത്ര പെർസെൻ്റ് ആണ് എന്നാണ് ചോദിച്ചത് അല്ലേ. ഇപ്പോൾ ഗേൾ സ്റ്റുഡൻസിൻ്റെ പെർസെൻറ്റേജ് ആണ്, ശതമാനമാണ് നമ്മൾ കാണേണ്ടത് അല്ലേ. പെൺകുട്ടികൾ എത്ര ശതമാനമുണ്ട്, ആകെ കുട്ടികൾ 750 450 പെൺകുട്ടികളാണ്, അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതെന്താണ്, ഒരു ഫ്രാക്ഷൻ അല്ലേ, 750 കുട്ടികളില്ലേ, അതിൻ്റെ ഫ്രാക്ഷനെ നമ്മൾ പെർസെൻ്റ് ആക്കി മാറ്റാൻ, ശതമാനമാക്കി മാറ്റാൻ എന്താ ചെയ്യുന്നത്, ഇൻറ്റു 100 ചെയ്യുകയാണ് വേണ്ടത്. പെൺകുട്ടികളുടെ ശതമാനമാണ് കാണേണ്ടത്. ശതമാനം കാണാൻ നമ്മൾ എന്താണല്ലേ, ആകെ എത്ര കുട്ടികളുണ്ട്, പെൺകുട്ടികളുടെ എണ്ണം ബൈ ടോട്ടൽ സ്റ്റുഡൻസിൽ, ആകെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്ന് എത്ര പെൺകുട്ടികളുണ്ട് അല്ലേ, അതെന്താണ്, ഒരു ഫ്രാക്ഷനാണ്, ഒരു ഭിന്നരൂപമാണ് അല്ലേ. ഇതിൻ്റെ പെർസെൻറ്റ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ശതമാനമാണ് ചോദിച്ചത്, അപ്പോൾ ഇൻറ്റു 100 ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിനൊരു ഇക്വേഷൻ പോലെ നമുക്ക് ചെയ്യാം അല്ലേ. ആകെ എത്ര കുട്ടികളുണ്ട് അത് താഴേത് അല്ലേ, ടോട്ടൽ സ്റ്റുഡൻസിലെ ആകെ എന്താണല്ലേ, ടോട്ടലായിട്ടുള്ള എണ്ണം താഴേക, ഇവിടെ പെൺകുട്ടികളുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് മുകളിലില്ലേ, എത്ര പെൺകുട്ടികളാണുള്ളത്, 450 അല്ലേ, ബൈ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്, 750 ഇൻറ്റു 100 അല്ലേ. നമ്മുടെ ഫ്രാക്ഷൻ ഭിന്നരൂപത്തിനെ നമുക്ക് പേഴ്സൻറ്റേജ് ഇല്ലേ, ശതമാനം കാണാനാണ് ചോദിച്ചത്. ശതമാനം കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇൻറ്റു 100 അല്ലേ. നേരെ തിരിച്ചാണെങ്കിൽ ഇൻറ്റു 1/100 ആണ് ചെയ്യേണ്ടത്. ഇത് പേഴ്സൻറ്റേജ് ശതമാനം കാണാനായതുകൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റു 100 ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് ഗേൾസ് 450 ആണ്. ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉള്ളത്, 750ൽ 450 സ്റ്റുഡൻസ് ആണ് ഗേൾസ് ഉള്ളത്. അതിൻ്റെ ശതമാനമാണ് കാണേണ്ടത്. പേഴ്സൻറ്റേജ് കാണാൻ ഇൻറ്റു 100 ചെയ്യുക. മുകളിൽ നിന്ന് ഒരു 0യും താഴെ നിന്ന് ഒരു 0യും കട്ട് ചെയ്യാം, ദെൻ താഴെ 0 ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 450 ഇൻറ്റു 10 എത്രയാണ് അല്ലേ, 0ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, 450 ഇൻറ്റു 1 450, പിന്നെ ഒരു 0 അല്ലേ ഉള്ളത് അല്ലേ, 450ഉം ഒരു 0വും. അപ്പോൾ 4500 ഡിവൈഡഡ് ബൈ എത്ര താഴെ 75 ആണുള്ളത് അല്ലേ, ഒരു 0 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇത് ഹരിച്ച് നോക്കിയാൽ നമുക്ക് പെർസെൻറ്റേജ് കിട്ടി, ശതമാനം കിട്ടി. ഇത് 4500 ഡിവൈഡഡ് ബൈ 75 ഇത് നമ്മൾ ഹരിച്ച് നോക്കണം അല്ലേ, ഡിവൈഡ് ചെയ്ത് നോക്കാൻ. 45ൽ 75 ഉണ്ടോ, ഇല്ല അല്ലേ, 45 ചെറിയ സംഖ്യയാണ്. അപ്പോൾ 450ൽ എത്ര 75 ഉണ്ട് നോക്കണം അല്ലേ. 75 ഇൻറ്റു 5 എടുത്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ 75 6 അല്ലേ, 6 തവണ കൂട്ടി നോക്കുക. 6 തവണ കൂട്ടി നോക്കുമ്പോൾ 450 കിട്ടുന്നുണ്ടോ അല്ലേ. 75 ഇൻറ്റു 6 ചെയ്ത് നോക്കുക അല്ലേ. 5 25 6 5 30 0 ശിഷ്ടം ബാലൻസ് 3 അല്ലേ. 6 42 ബാലൻസ് 3 കൂടി കൂട്ടുമ്പോൾ 42 43 44 45 അല്ലേ, 45 എന്ന് കിട്ടി അല്ലേ. 450 450ൽ എത്ര 75 ഉണ്ട്, അപ്പോൾ 6 75കൾ കൂട്ടുമ്പോൾ അല്ലേ, ഗുണിക്കുമ്പോൾ 6 ഇൻറ്റു 75 ആണ് 450. അപ്പോൾ 6 ടൈംസ് 75 ഉണ്ട് അല്ലേ, 675 എന്താണ് 450 ആണ്. 450 മൈനസ് 450 0. അപ്പോൾ 450 0, പിന്നെ എന്താണ് ഒരു 0 കൂടി ഉണ്ട് അല്ലേ, ആ 0 നമുക്ക് മുകളിൽ എഴുതാം അല്ലേ. അപ്പോൾ 60 75 ആണ് 4500 അല്ലേ. 450ലാണ് നമ്മൾ നോക്കിയത്, ഇവിടെ 4500 ആണുള്ളത് അല്ലേ. 4500ൽ എത്ര 75 ഉണ്ട്, അപ്പോൾ 60 75 ഉണ്ടല്ലേ, അപ്പോൾ 60 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്താം, 60% എന്ന് കിട്ടിയില്ലേ. പെർസെൻറ്റേജ് ആണ് നമ്മളിവിടെ കണ്ടത് അല്ലേ, ശതമാനമാണ് കണ്ടത്, 60% എന്ന് കിട്ടി. ശതമാനം കാണാൻ ഇൻറ്റു 100 ചെയ്തപ്പോൾ നമുക്ക് 60 കിട്ടി, അതായത് 60% അല്ലേ, 60% അല്ലേ. 30,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾ, 30,000 രൂപ ഏൺ ചെയ്യുന്നത്, അതായത് ശമ്പളം കിട്ടുന്ന ഒരാൾ 8,000 രൂപ ഭക്ഷണത്തിനായി ചെലവാക്കുന്നു.
ഇത് ശമ്പളത്തിൻ്റെ എത്ര ശതമാനമാണ്, ഈ ശമ്പളത്തിൻ്റെ ഏണിങ്സിൻ്റെ എത്ര ശതമാനമാണ്, പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചത്. എന്താണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പെർസെൻറ്റേജ് കാണാനാണല്ലേ, ശതമാനം കാണാനാണ്. അപ്പോൾ നമ്മളൊരു ഫ്രാക്ഷൻ്റെ ശതമാനം കാണാൻ ഇൻറ്റു 100 ചെയ്യുക. ഇതൊരു ഫ്രാക്ഷനായി കിട്ടില്ലല്ലേ. ആകെ അയാളുടെ പൈസ 30,000, അത് താഴെതുക അല്ലേ 8,000 രൂപയാണ് ഫുഡിന് വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പോൾ 8,000/30,000 ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. സിമ്പിളായിട്ട് കിട്ടി. അത് ചെയ്യാമല്ലേ, ഹരിക്കാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടി. അത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിച്ച തുകയുടെ പെർസെൻറ്റേജ് ശതമാനമാണ് കാണേണ്ടത്. എത്രയാണ്? 8,000 അല്ലേ. 8,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 30,000 അല്ലേ. 30,000 അല്ലേ. 30,000 ആകെയുള്ള തുക. അതിൽ 8,000 രൂപയാണ് ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നത്. മുകളിൽ ആകെ തുക താഴെ എത്തുക അല്ലേ. അതിൻ്റെ എന്താണ് പെർസെൻറ്റേജ് ശതമാനം കാണാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇൻറ്റു 100 ചെയ്യുക. മുകളിൽ നിന്ന് ഒരു 0 താഴ്ന്നു, ഒരു 0 മുകളിൽ നിന്ന് ഒരു 0 താഴ്ത്തുന്നു. വീണ്ടും മുകളിൽ ഒരു 0 ഉണ്ട്, താഴെ ഒരു 0, മുകളിൽ ഒരു 0, താഴെ ഒരു 0. മുകളിൽ താഴെയുള്ള അത്ര സീറോസ് നമുക്ക് മുകളിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. മുകളിൽ എന്തുണ്ട്? 80 ഉണ്ട്, ഡിവൈഡഡ് ബൈ താഴെ 3 ഉണ്ട് അല്ലേ. ഇവിടെ 80 × 1 എന്താണ്? 80 തന്നെയാണ്. പിന്നെ താഴെ 3 ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തു അല്ലേ. മുകളിലുള്ള അത്ര 0 നമ്മൾ താഴെയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 80/3 മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയും ആകുമ്പോൾ നമ്മൾ എന്താണ് അതിനെ ഹരിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫ്രാക്ഷനാക്കി മാറ്റി എഴുതണം. 80 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കുക. 80-ൽ എത്ര 3 ഉണ്ട് അല്ലേ. ഫസ്റ്റ് 8 ഉണ്ട് അല്ലേ. 8-ൽ എത്ര 3 ഉണ്ട്? 8-ൽ 2 3 ഉള്ളൂ. 2 3 6 അല്ലേ. 8-ന്ന് 6 പോയാൽ 2. പിന്നെ ഈ 0 കൂടി ഇറക്കി എഴുതുമ്പോൾ 20-ൽ എത്ര 3 ഉണ്ട്? 20-ൽ 6 3s are 18 6 3 18 അല്ലേ. നെക്സ്റ്റ് 3 എടുക്കുമ്പോൾ 20 കഴിഞ്ഞ് പോയില്ലേ. 20-ൽ എത്ര 3 ഉണ്ട് അല്ലേ. 6 3 18. 20-ന്ന് 18 മൈനസ് ചെയ്താൽ 2 അല്ലേ. നമ്മൾ ഈ കിട്ടിയ ആൻസറിന് എങ്ങനെ എഴുതും? നമുക്ക് കിട്ടിയ ഉത്തരം ആദ്യം എഴുതുക 26. താഴെ കിട്ടിയ മിച്ചം അല്ലേ അത് മുകളിൽ എഴുതുക ബൈ 3 അല്ലേ. നമ്മൾ 80/3 അല്ല, ബൈ 3 ആക്കി തന്നെ എഴുതുക. ആൻസർ ആദ്യം എഴുതുക, ഉത്തരം 26. താഴെ കിട്ടുന്ന ഈ ബാലൻസ് നമ്മൾ മുകളിൽ എഴുതുക 2/3 അല്ലേ. ബൈ 3 എന്ന് എഴുതുക. 26 2/3% എന്ന് നമുക്ക് കിട്ടിയില്ലേ. പെർസെൻറ്റേജ് കാണാനാണ്. പെർസെൻറ്റേജ് കാണാൻ ഇൻറ്റു 100 ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? അതാണ് പെർസെൻറ്റേജ്. 4,500 രൂപക്ക് വാങ്ങിയ സൈക്കിൾ 4,000 രൂപക്ക് വിൽക്കേണ്ടി വന്നാൽ നഷ്ടം എത്ര ശതമാനമാണ്? ഇവിടെ 4,000 രൂപക്കാണ് വിൽക്കുന്നതില്ലേ. 4,500 രൂപക്ക് വാങ്ങിയ സൈക്കിളാണ്. നമ്മളൊരു സൈക്കിൾ വാങ്ങി വിൽക്കുമ്പോൾ അതേ വിലക്ക് നമുക്ക് വിൽക്കാമല്ലോ. വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കില്ലേ, ലോസ് സംഭവിക്കും. ആ ലോസിൻ്റെ ശതമാനം, ആ പെർസെൻ്റാണ് ചോദിച്ചത്. നമ്മൾ ഏത് വാഹനങ്ങൾ വാങ്ങുകയാണെങ്കിലും വിൽക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കില്ല. അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് നമുക്ക് വിൽക്കാൻ കഴിയുക അല്ലേ. അപ്പോൾ ആ നഷ്ടം, ആ ലോസിൻ്റെ പെർസെൻറ്റേജ് ശതമാനമാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ് നഷ്ടം സംഭവിച്ചത്? 4,500 രൂപേൻ്റെ സൈക്കിൾ 4,000 രൂപക്കാണ് വിറ്റത്. അപ്പോൾ 500 രൂപ ലോസിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അല്ലേ. 500 രൂപ ഇവിടെ നഷ്ടമായില്ലേ. ലോസ് നഷ്ടം എത്രയാണ്? 4,500 4,000 മൈനസ് ചെയ്താൽ 500 രൂപയാണ് നഷ്ടം. 500 റുപ്പീസ് നഷ്ടം, ലോസ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ. 4,000 രൂപയുടെ സൈക്കിളായിരുന്നു വാങ്ങിയിരുന്നത്. അത് 4,000 രൂപക്ക് വിറ്റാൽ എത്രയാണ്? 4,500 4,000 പോയാൽ 500 അല്ലേ. 500 രൂപയാണ് അവിടെ നഷ്ടം സംഭവിച്ചത് അല്ലേ. അതില്ലേ നഷ്ടത്തിൻ്റെ ശതമാനമാണ് കാണേണ്ടത്. നഷ്ടത്തിൻ്റെ ശതമാനം കാണാൻ എന്താണ്? ലോസായ സംഖ്യ ബൈ ടോട്ടൽ ആയിട്ടുള്ള കോസ്റ്റിലെ എത്രയായിരുന്നു ടോട്ടൽ പ്രൈസ്, അത് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഇൻറ്റു 100 ആണ് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നത്. ഒരു ഫ്രാക്ഷൻ അല്ലേ. ആ ഫ്രാക്ഷൻ ഒരു ഭിന്നരൂപത്തിൻ്റെ പെർസെൻറ്റേജ് ശതമാനം കാണാൻ ഇൻറ്റു 100. ലോസ് ആയത്, നഷ്ടം സംഭവിച്ചത് 500 രൂപയാണ്. എത്രയെന്നാണ്? ടോട്ടൽ 4,500 ആയിരുന്നില്ലേ സൈക്കിൾ വാങ്ങിയ വില. ടോട്ടലിന് എത്രയാണ് നഷ്ടം സംഭവിച്ചത് അത് മുകളിൽ എഴുതുക, ടോട്ടൽ പ്രൈസ് താഴെ എഴുതുക. അപ്പോൾ ഈ ഫ്രാക്ഷനെ മാറ്റാൻ, ഈ ഭിന്നരൂപത്തിനെ മാറ്റാൻ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് മുകളിൽ 2 0 ഉണ്ട്, താഴെ 2 0 ഉണ്ട്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. മുകളിൽ 500 ഉണ്ട്, താഴെ 45 അല്ലേ. ബാക്കിയൊക്കെ നമ്മൾ വെട്ടി അല്ലേ. 500 × 1 500. 45ഉം 5ൻ്റെ മൾട്ടിപ്പിളാണ്. 500ഉം 5ൻ്റെ മൾട്ടിപ്പിളാണ്. 5ൻ്റെ മൾട്ടിപ്പിൾ 5 × 100 ആണ് 500. 5 × 9 ആണ് 45 അല്ലേ. 5 9 ആണ് 45. 5 × 100 ആണ് എന്ത് 500 അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ. 5 × 100 ആണ് 500. താഴെ എന്താണ് അല്ലേ. 5 × 9 ആണ് 45. അപ്പോൾ നമുക്ക് 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 100/9 എന്ന് കിട്ടി. 100/9 എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലാണ് വലിയ സംഖ്യ ഉള്ളത്. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും ഹരിക്കണം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100/9 ചെയ്യുമ്പോൾ 10-ൽ എത്ര 9 ഉണ്ട്? ഒരു 9 9. 10-ന്ന് 9 പോയാൽ 1. പിന്നെ 0 കൂടി എടുത്ത് എഴുതുമ്പോൾ 10-ൽ എത്ര 9 ഉണ്ട്? വീണ്ടും ഒരു 9 9. ശിഷ്ടം എന്ത് വരും? 10-ന്ന് 9 പോയാൽ 1. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം അല്ലേ. മുകളിൽ ആൻസർ മുകളിൽ എഴുതുക. നമുക്ക് കിട്ടിയ ഉത്തരം ഫസ്റ്റ് എഴുതുക 11. ദെൻ താഴെ കിട്ടിയ ഈ റിമൈൻഡർ മിച്ചം നമ്മൾ മുകളിൽ എഴുതുക. ബൈ എന്താണ്? ബൈ 9 അല്ലേ നമ്മൾ ചെയ്തത്. 100/9 ആണ്. ബൈ 9 എന്ന് എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് ശതമാനം അല്ലേ. ശതമാനം കാണാൻ ഇൻറ്റു 100 ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11 1/9% ശതമാനം എന്ന് കിട്ടി. ഫോർത്ത് ക്വസ്റ്റ്യൻ. 1,600 പേർ വോട്ട് ചെയ്ത ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥാനാർത്ഥിക്ക് 900 വോട്ട് കിട്ടി. ഇത് ആകെ വോട്ടിൻ്റെ എത്ര ശതമാനമാണ്? അതായത് ജയിച്ച ആൾക്ക് എത്രയാണ്? 900 വോട്ട്സാണ് കിട്ടിയത് അല്ലേ. 900 വോട്ട്സാണ് അല്ലേ. ആകെ എത്ര ആളുകളുണ്ട് മത്സരിച്ചത്? 1,600 അല്ലേ.
ഇപ്പോൾ പെർസെൻറ്റേജ് കാണാനല്ലേ, ശതമാനത്തിലേക്ക് മാറ്റാൻ എന്താണ്, ആകെ വോട്ടുകളുടെ എണ്ണം താഴെതുക 1600 ഇല്ലേ, അതിലെത്രയാണ് കിട്ടിയത്, 900 വോട്ട്സാണ്. 900/1600 അല്ലേ. അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ശതമാനത്തിലേക്കാക്കാൻ ×100 അല്ലേ. അത് വെട്ടി ചെറുതാക്കി ഹരിക്കാൻ കഴിയുന്നവർക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ, സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ അല്ലേ. അല്ലേ, ആകെ ഉള്ളത് 1600, അതിൽ 900 വോട്ടാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ മുകളിൽ ആ കിട്ടിയ വോട്ട് ആകെ ഉള്ളത് താഴെതുക, അതിൻ്റെ പെർസെൻറ്റേജ് ശതമാനം കാണാൻ ×100. ഇവിടെ ഒരു 0, മുകളിൽ നിന്ന് ഒരു 0, താഴത്തുനിന്ന് മുകളിൽ നിന്ന് ഒരു 0, താഴത്തുനിന്ന് ഒരു 0 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ 900 അല്ലേ, 900 എന്ന് കിട്ടി, താഴെ 16 എന്നും കിട്ടി. പകുതിയാക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം അല്ലേ. അല്ലെങ്കിൽ 900/16 ചെയ്യാൻ അറിയുന്നവർക്ക് ഹരിച്ച് നോക്കുക അല്ലേ. ഹരിക്കുമ്പോൾ കുറേ താഴോട്ട് വരും അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇതിനെ വെട്ടി ചെറുതാക്കാം അല്ലേ. ഇതിൻ്റെ പകുതി എടുക്കുക, ഇതിൻ്റെ പകുതി എടുക്കുക, പകുതി എടുത്ത് നമുക്ക് വെട്ടാം അല്ലേ. ക്യാൻസൽ ചെയ്ത് പോകാം അല്ലേ. അപ്പോൾ 900ൻ്റെ നേർപകുതി എത്രയാണ്, 450 ആണ് 900ൻ്റെ നേർപകുതി. അതുപോലെ 16ൻ്റെ നേർപകുതി എന്താണ്, 8 ആണ് അല്ലേ. വീണ്ടും നമുക്ക് ചെറുതാക്കാം അല്ലേ. 450ൻ്റെ നേർപകുതി എത്രയാണ്, 225 ആണല്ലേ. 225ഉം 225ആണ് 450 അല്ലേ. 450ൻ്റെ പകുതി അല്ലേ. 450 കൂട്ടുമ്പോഴാണ് 900 900 കിട്ടുന്നത്. അതിൻ്റെ പകുതി എടുത്തിട്ട് വെട്ടുക അല്ലേ. അതിൻ്റെ പകുതി എന്താണ്, /2 ചെയ്ത് നോക്കുക, പകുതി അറിയില്ലെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും എന്താണ്, 8ൻ്റെ പകുതി അല്ലേ. 450ൻ്റെ പകുതി 225 എടുത്തു, വീണ്ടും 8ൻ്റെ പകുതി എന്താണ്, 4 അല്ലേ. ഒക്കെ നമ്മൾ വെട്ടിയില്ലേ, 2 വട്ടം ഇവിടെ വെട്ടി 225, അതേപോലെ 2 തവണ അതിൻ്റെ പകുതി എടുത്ത് 4 എന്നും കിട്ടി അല്ലേ. അപ്പോൾ മുകളിൽ വലിയ സംഖ്യയാണ്, അപ്പോൾ നമ്മൾ ഹരിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ ആക്കി എഴുതണം. 225 എത്ര 4 ഉണ്ട്, 22 എത്ര 4 ഉണ്ട്, 5 4 20 അല്ലേ. 4 5 20 ആണ് അല്ലേ. 22 എത്ര പ്രാവശ്യം ഉള്ളത്, 5 തവണ 4 ഉണ്ട് അല്ലേ. 5 4s are 20. 22 20 പോയാൽ 2 അല്ലേ. പിന്നെ ഈ 5 താഴോട്ട് ഇറക്കി എഴുതുമ്പോൾ 25 വീണ്ടും എത്ര 4 ഉണ്ട്, 6 4 24 ആണ് അല്ലേ. ബാലൻസ് 1 അല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും, മുകളിലുള്ള കിട്ടിയ ഉത്തരം ആദ്യത്തുക 56, താഴെയുള്ള ഈ മിച്ചം ഈ ബാലൻസ് മുകളിൽ എഴുതുക, ബൈ എത്രയാണ്, /4 അല്ലേ നമ്മൾ ചെയ്തത്, /4 എന്ന് എഴുതുക. അപ്പോൾ പെർസെൻറ്റേജ് ശതമാനം കിട്ടി 56 1/4% അല്ലേ. 56 1/4% എന്ന് കിട്ടി. പെർസെൻറ്റേജ് കാണാൻ ×100 ചെയ്യുക അല്ലേ. ×100 ചെയ്യാൻ വെട്ടി ചെറുതാക്കാൻ കഴിയുന്നവർക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടും. 5th ക്വസ്റ്റ്യൻ, സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ് ആരുടെ, അജയൻ്റെ ശമ്പളം. അങ്ങനെയാണെങ്കിൽ അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ് അജയൻ്റെ ശമ്പളം. അപ്പോൾ അജയൻ്റെ ശമ്പളമാണ് ഇവിടെ തന്നത് അല്ലേ. അപ്പോൾ അജയൻ്റെ ശമ്പളമാണ് തന്നത്, നമുക്ക് സജയൻ്റെത് എത്ര കുറവാണെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ അജയൻ്റെ ശമ്പളം എന്ന് പറയുന്നത് സജയൻ്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ്. 25% നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും എന്തിനാണ് പറയുന്നത് അല്ലേ, 100% വിജയമല്ലേ. ഒരു സ്കൂളിലെ വിജയമല്ലേ, 100 കുട്ടികളുമില്ല, എല്ലാവരും വിജയിച്ചാൽ 100% വിജയമുണ്ടെന്ന് പറയും. അപ്പോൾ പെർസെൻറ്റേജ് നമ്മൾ 100ലാണ് കണക്കാക്കുന്നത്. അപ്പോൾ 25% കൂടുതലാണെന്ന് പറഞ്ഞാൽ ഈ 100ൽ 25% കൂടുതലാണ്, അതായത് 125%. 100ൽ നിന്നും 25 കൂടുതലാണ് ആരുടേത്, അജയൻ്റെ ശമ്പളം. അപ്പോൾ അജയൻ്റെ ശമ്പളം പറഞ്ഞാൽ 100 + 25 അല്ലേ. 100 + 25 125%. ശതമാനം കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, /100 അല്ലേ. ഈ പെർസെൻറ്റേജ് ഒഴിവാക്കിയിട്ട് /100 ചെയ്യുക. അപ്പോൾ 125/100 അല്ലേ. 125 ഹരിക്കണം 100 × സജയൻ്റെ ശമ്പളം അല്ലേ. സജയൻ്റെ ശമ്പളത്തിൻ്റെ 25% കൂടുതലാണ്. അപ്പോൾ ഈ 25% എന്ന് പറഞ്ഞാൽ 125/100 ആണ് അല്ലേ. 25 കൂടുതലാണെന്ന് പറഞ്ഞാൽ 125 ആണ് അല്ലേ. 100ൽ നിന്നാണ് 25 കൂടുതൽ. അപ്പോൾ 125 ശതമാനം എന്ന് പറയുന്നത് 125/100. സജയൻ്റെ ശമ്പളം തന്നെയാണ്. അജയൻ്റെ ശമ്പളമാണ് ക്വസ്റ്റ്യനിൽ തന്നത് അല്ലേ. അജയൻ്റെ ശമ്പളമാണ് തന്നത്, സജയൻ്റെ ശമ്പളത്തേക്കാൾ 25 കൂടുതലാണല്ലേ. നമുക്ക് കിട്ടേണ്ടത് ആരുടേതാണ്, ഇവിടെ കിടക്കുന്ന ഈ സജയൻ്റെതാണ് കിട്ടേണ്ടത് അല്ലേ. ഈ അജയനിൽ നിന്നും എത്ര കുറവാണ് എന്നുള്ളതാണ് കിട്ടേണ്ടത് അല്ലേ. നമുക്ക് അജയൻ്റെത് കിട്ടണമെങ്കിൽ ഈ സജയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സജയൻ എടുത്താൽ 125/100 ചെയ്താൽ മതി അല്ലേ. നമുക്ക് കിട്ടേണ്ടത് ആരെയാണ്, സജയൻ്റെ ശമ്പളമാണല്ലേ. അജയൻ്റെ ശമ്പളത്തേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം. ഇവിടെ കണ്ടില്ലേ, സജയൻ്റെതാണ് ചോദിച്ചത് ശമ്പളം. അപ്പോൾ എത്ര കുറവാണല്ലേ, സജയൻ/അജയനാണ് കിട്ടേണ്ടത് അല്ലേ. നമുക്ക് അജയൻ/സജയനാണെങ്കിൽ ഈ സജയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലേ. അപ്പോൾ 125/100 കണ്ടാൽ മതി അല്ലേ. നമുക്ക് കിട്ടേണ്ടത് സജയൻ്റെ ശമ്പളം എത്ര കുറവാണല്ലേ, സജയൻ്റെ ശമ്പളം എത്ര കുറവാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ സജയൻ/അജയനാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ സജയൻ/അജയൻ അല്ലേ. അപ്പോൾ ഈ അജയനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവരെന്താണ് അങ്ങോട്ടും കൊണ്ടുപോകണം അല്ലേ. ഈ സമത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളവരല്ലേ, വേറൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ അല്ലേ. ഈ ഭാഗത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ എന്നാവില്ലേ, ഹരിക്കണം എന്നാവും. ഹരിക്കണം ഈക്വൽ പാർട്ടിൻ്റെ ഈ ഭാഗത്തേക്കില്ലേ, സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്നാവില്ലേ. സൈനുകൾ ഓപ്പോസിറ്റായി തിരിയും അല്ലേ. അപ്പോൾ എന്താവും, ആവും, എന്താവും, ആവും അല്ലേ. ഗുണിക്കണം എന്നുള്ള ചിഹ്നം എന്താവും, ഹരിക്കണം എന്താവും, ഗുണിക്കണം എന്നാവും അല്ലേ. ഈക്വൽ പാർട്ടിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകുമ്പോൾ. ഇപ്പോൾ ഈ സജയൻ/അജയൻ, അജയനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അവിടെ അജയനാണ് ഉള്ളതില്ലേ, അല്ല. അപ്പോൾ അത് ഇങ്ങോട്ട് പോകുമ്പോൾ ആയി. അപ്പോൾ നമുക്കത് കിട്ടി. ഇനി ഇവരെ ഇങ്ങോട്ടും കൊണ്ടുപോകണം, എന്നാലല്ലേ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ 125/100 എന്നുള്ളത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും
അല്ലെ. ഇൻറ്റു 125 മുകളിലുള്ളത് എന്താണ്, താഴോട്ട് ബൈ ആവും അല്ലെ. താഴെയുള്ള ബൈ 100 എന്താവും, ഇൻറ്റു 100 ആവും. അപ്പോൾ അതായത് 100/125 അല്ലേ. നേരെ തിരിച്ചിട്ട് എഴുതുക, അതായത് റെസിപ്രോക്കൽ അല്ലേ, തിരിച്ചിട്ട് എടുക്കുക അല്ലേ. സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് തിരിയും. അതായത് 100/125 ഈക്വൽ ടു സജയൻ ബൈ അജയൻ അല്ലേ. സജയൻ്റെ ശമ്പളം ബൈ അജയൻ്റെ ശമ്പളം എന്ത് കിട്ടും, ഇത് നേരെ തിരിച്ചെഴുതുക അല്ലേ. ഇത് എന്ന് പറഞ്ഞാൽ ആരുതാണ്, 125/100 എന്ന് പറഞ്ഞത് ആരുതാണ്, അജയൻ ബൈ സജയൻ ആണെങ്കിലാണ് നമുക്ക് സജയൻ്റെതാണ് കിട്ടേണ്ടത്. സജയൻ ബൈ അജയനാണ്. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് നേരെ തിരിഞ്ഞു പോകും അല്ലേ. അതായത് 100/125 നമ്മൾ കാണേണ്ടത്. അപ്പോൾ 100/125 കണ്ടാൽ നമുക്ക് ഈ പെർസെൻറ്റേജിൽ സജയൻ്റെ ശമ്പളം ബൈ അജയൻ്റെ ശമ്പളം എത്ര കുറവാണ് എന്നുള്ളത് കിട്ടും. 100/125 ശതമാനം പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. പെർസെൻറ്റേജ് കാണാൻ എന്താണ്, ഇൻറ്റു 100. അപ്പോൾ 100/125 ഇൻറ്റു 100 കാണുക. നമുക്ക് 100നെ എന്താണ് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണല്ലേ, 100, 25 അല്ലേ. 0 ലാസ്റ്റ് 0, 5 ഒക്കെ വരുന്ന നമ്പേഴ്സ് എല്ലാം 5ൻ്റെ മൾട്ടിപ്പിളാണ് അല്ലേ. 5ൻ്റെ ഗുണന പട്ടികയിലെല്ലാം നോക്കുക, 1, 5, 2, 5, 10, 15, 20, 25 ലാസ്റ്റ് 0, 5 ആണ് വരിക. അപ്പോൾ അതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 5ൻ്റെ ഗുണിതങ്ങളാക്കി നമുക്ക് ഇതിനെ എഴുതാം. 100 എന്ന് പറഞ്ഞാൽ എത്ര അഞ്ചാണ് അല്ലേ, 20 5ആണ് 100 എന്ന് പറയുന്നത് അല്ലേ. 5 × 20 ആണ് 100/25 എത്ര അഞ്ചാണ്, 25 × 5 ആണ് 125. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 5 ഇവിടുന്ന് 5 ക്യാൻസൽ ചെയ്യാം. ഇൻറ്റു 100 ഉണ്ട് അല്ലേ, ഇൻറ്റു 100 ബാക്കി എന്തുണ്ടാവും, 100/25 എന്താണ് 4 ആണ് അല്ലേ. 100/25 4 ആണ്. അപ്പോൾ 20 × 4 എന്ന് വരും. 20 × 4 എന്താണ്, 4, 2, 8, 0 80% 80% എന്ന് കിട്ടി. 5 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. നമ്മൾ ഏതിൻ്റെ ഗുണനാണോ എടുക്കുന്നത് ആ ഗുണിതങ്ങൾ തന്നെ മുകളിലും താഴെ എടുക്കല്ലേ, 5ൻ്റെ മൾട്ടിപ്പിൾസ് ആക്കി എഴുതുക. അപ്പോൾ നമുക്ക് 5 5 ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 100/25 എന്താണ്, 100ൽ എത്ര 25 ഉണ്ട്, 4 തവണ അല്ലേ 25. 2 തവണ 25 എടുക്കുമ്പോൾ 50 കിട്ടും. 4 തവണ 25 കൂട്ടുമ്പോൾ 100 കിട്ടും. അപ്പോൾ 100ൽ എത്ര 25 ഉണ്ട്, 4 തവണയാണുള്ളത് അല്ലേ. അപ്പോൾ 20 × 4 എന്ന് വരും. 20 × 4 എത്രയാണ്, 80 ആണ്. അപ്പോൾ 80% അല്ലേ. ശതമാനം കാണാനാണ് നമ്മളിവിടെ ഇൻറ്റു 100 ചെയ്തത് അല്ലേ. എത്ര ശതമാനമാണ് എന്നാണ് ചോദിച്ചത് അല്ലേ. അല്ല, അതല്ല ചോദിച്ചത്, എത്ര ശതമാനം കുറവാണ് സജയൻ്റെ ശമ്പളം അല്ലേ, എത്ര കുറവാണെന്നാണ് ചോദിച്ചത്. നമ്മൾ ടോട്ടൽ 100ൽ നിന്നാണ് പറയാറെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 100ൽ നിന്ന് 80 മൈനസ് ചെയ്യല്ലേ, നമുക്ക് 80% 80% കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 100 - 80 എത്രയാണ്, 20. അപ്പോൾ 20% കുറവാണ് അല്ലേ, സജയൻ്റെ ശമ്പളം 20% കുറവാണ്. എത്ര കുറവാണ് എന്നാണ് ചോദിച്ചത്, എത്ര പെർസെൻറ്റേജ് ആണ് എന്നല്ല. അപ്പോൾ എത്ര കുറവാണ്, അപ്പോൾ 100ൽ നിന്നാണ് നമ്മൾ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യൽ അല്ലേ. എത്ര എല്ലാം താരതമ്യം ചെയ്യൽ 100% വെച്ചിട്ടാണ്. അപ്പോൾ 100ൽ നിന്നും എത്ര കുറവാണ്, 80 മൈനസ് ചെയ്താൽ 20% കുറവാണ് എന്ന് കിട്ടി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സിമ്പിളാണ് കാര്യം. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നത്, അജയൻ്റെ സാലറിയാണ് തന്നത്. അതായത് 25% സജയനേക്കാൾ കൂടുതലാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് 25% കൂടുതലാണെന്ന് പറഞ്ഞാൽ 100ൽ നിന്നും 25 കൂട്ടിയാൽ 125% അല്ലേ. പെർസെൻ്റ് എല്ലാം നമ്മൾ 100 ആയിട്ടാണ് റിലേറ്റ് ചെയ്യൽ അല്ലേ. അപ്പോൾ 125% കൂടുതലാണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആരുടേതാണ് കിട്ടേണ്ടത്, നേരെ ഓപ്പോസിറ്റ് സജയൻ്റെതാണ് കിട്ടേണ്ടത് അല്ലേ. ഇവിടെയുള്ള രണ്ടാമത്തെ ആളുടെ എത്ര കുറവാണ് എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ സജയൻ്റെത് കാണാൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക അല്ലേ. അജയൻ്റെത് എന്താണ് 125/100 ആണ്. പെർസെൻറ്റേജ് കാണാൻ /100 അല്ലേ, 125/100 ആണ്. നമുക്ക് സജയൻ്റെ കിട്ടാൻ 100/125ൻ്റെ പെർസെൻറ്റേജ് കാണുക. അതായത് ഇൻറ്റു 100 100/125ൻ്റെ ഇൻറ്റു 100 ചെയ്താൽ നമുക്കത് കിട്ടി. താഴോട്ടൊക്കെ ഉള്ള കമൻറ്റ്സ് എന്താണ്, മലയാളം വേണമെന്നുള്ള കമൻറ്റ്സ് ആണ്. ഇതാ കുറേ ഉണ്ട് മലയാളം എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ മലയാളത്തിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടാണല്ലേ ഈ ക്ലാസ്സിൽ ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്തിട്ടാണ്. ഇംഗ്ലീഷ് പറഞ്ഞതിന് ശേഷം മലയാളം പറയുന്നുണ്ട്. അപ്പോൾ മലയാളം മാത്രം വേണമെന്നുള്ള ചാനലുകൾ വേറെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് മനസ്സിലായിട്ട് ഇനി മലയാളം വേണം എന്ന് വേറെ വീഡിയോ ചെയ്യണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ബീജഗണിതത്തിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം.